everyone, welcome to the another episode of Flesh by Nima. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലിപ് ഷെയ്ഡ്സ് നമ്മൾ ട്രൈ ചെയ്ത് അതിനെ റേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 9 to 10 ലിപ് ഷെയ്ഡ്സ് ഇപ്പം ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ് ഷെയ്ഡ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തില്ല, ഞാൻ കയ്യിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം വാട്ടർ പ്രൂഫാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ടിൻ്റ് എങ്ങനത്തെയാണെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ലിപ് ഷെയ്ഡ്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡും ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോണത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ 799 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് ആൻഡ് ഭയങ്കര യൂണിക്കായിട്ടുള്ള ഒരു ഭയങ്കര സ്ലൈറ്റ്ലി തിന്നായിട്ടുള്ളൊരു പോക്കറ്റ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയാം. നമുക്ക് പോക്കറ്റിലൊക്കെ സുഖമായിട്ടുണ്ടാവുക, കാരണം ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കും കൂടിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടൊരു ന്യൂഡ് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ്, ഇത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ന്യൂഡ് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും എന്നൊക്കെ പറയാൻ നമ്മൾ ലിപ്സിലിട്ട് കഴിഞ്ഞാൽ ഒരു 2 hours മാക്സിമം 3 hours സ്റ്റേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പോകും. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നോ മേക്കപ്പ് ലുക്കിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ഇതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു £4.99 അപ്രോക്സിമേറ്റ്ലി ഒരു 550 rupees ഇന്ത്യൻ റുപ്പീസ് ഇതിന് വരും. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് മാൾസിൻ്റെ ഗേൾ പവർ 10 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇതും അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് റെഡ്, ഒരു ഇഷ്ടിക കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ആദ്യം നമ്മൾ തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ട്രാൻസ്ഫർ ആവും. പക്ഷെ ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പോയില്ല. പിന്നെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉൾഭാഗത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവിടെ മാത്രം വിട്ട് ഔട്ട്ലൈൻ പോലെ ഇതിങ്ങനെ നിൽക്കും. ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഇതിനൊരു നെഗറ്റീവ് പറയാൻ. ബാക്കി അതർവൈസ് ദിസ് ഇസ് ലൈക്ക് പെർഫെക്റ്റ് ലിപ്സ്റ്റിക് ആൻഡ് ഡെയിലി വെയർ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 6 pound, നാട്ടിലൊരു 650 രൂപ അടുത്ത് ഇതിന് റേറ്റ് വരും. ഞാൻ യു കെ പണിയാണ് ട്രാൻസ്ഫർ ചെയ്യണം, ചേഞ്ച് ചെയ്ത് പറയണം, കാരണം എനിക്ക് ഇന്ത്യൻ റുപ്പീസ് കറക്റ്റ് എത്രയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രയായിരുന്നുള്ളത്. അടുത്തത് ഇതേപോലെ തന്നെ ഒരു ലിപ് ക്രയോൺ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഷുഗറിൻ്റെ ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 17 ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഫസ്റ്റ് പറയാം, നല്ല ബട്ടറി കൺസിസ്റ്റൻസിയാണ്. ബട്ടറി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിനോട് ഒരു നീതി വരുന്നത്. നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ ഉരച്ചേനെ ഇത് നല്ല സ്മൂത്തായിട്ട് പൊക്കോളും, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 17 pound 71 pence എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 1800-2000 രൂപ റേഞ്ചിൽ ഇതിന് റേറ്റ് വരും. അപ്പോൾ ഈ 3 ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പോകുന്തോറും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാക്കിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. ഇതാണ് വന്നിട്ട് ഇതെന്ന് വെച്ചാൽ ഒരു ബ്രൈറ്റ് അല്ല, ഒരു ബ്രൈറ്റ് റെഡിഷ് പിങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഞാൻ ഇത് കയ്യിൽ കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്, ഒരു ബ്രൈറ്റ് റെഡിഷ് പിങ്ക്, റെഡ് മിക്സ് ആയ ഒരു പിങ്ക് കളറ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 630 D for danger. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 pound എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം 2600-2650 രൂപയൊക്കെ റേഞ്ചിന് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാക്കിൻ്റെ പൗഡർ കിസ് ലിക്വിഡ് ലിപ് കളറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇതേപോലെ ഞാൻ ഷുഗറിൻ്റെ പറഞ്ഞ ഒരു ബട്ടറി കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഇതിപ്പോൾ നമുക്കില്ലേ ഈ ഒരു ഷെയ്ഡിൻ്റെയൊക്കെ പൊക്കത്തായിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡും കൂടിയാണിത്. ആൻഡ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ഒട്ടും നല്ല ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. അതേ സെയിം ടൈം നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു 1-2 മണിക്കൂർ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഇത് പെട്ടെന്ന് പോവും. ഈ റേറ്റിന് ഈ ഷെയ്ഡ് ഒരു അമേസിങ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് വേറെ
ഏതെങ്കിലും ലിപ്സ്റ്റിക് ബ്രാൻഡിൽ ഈ സെയിം ഷെയ്ഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ട്രൈ ചെയ്യാം. അത്രയും കിഡിലൻ ഷെയ്ഡാണ്. പക്ഷെ ഒറ്റ ഒരു നെഗറ്റീവ് ഉള്ളത്, ഇത് പെട്ടെന്ന് പോകും. നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്തൊരു 2 മണിക്കൂർ മാക്സിമം എന്തെങ്കിലും കഴിച്ചത് കഴിഞ്ഞാൽ അത് എന്തായാലും അപ്പം തന്നെ പോവും. 20 പൗണ്ടാണ്. 20 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 2000, 2100, 2250 ആ ഒരു റേഞ്ചിൽ വരും നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഹ്യൂഡ ബ്യൂട്ടീൻ്റെ ഇതേപോലെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. ഇത് നല്ല ബ്രൈറ്റ് റെഡ് ഷെയ്ഡാണ്. ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണ്. പാർട്ടിക്കൊക്കെ വെറുതെ കിഡിലൻ ഷെയ്ഡാണ്, പാർട്ടിക്കൊക്കെ പറ്റിയ. ആൻഡ് ഇതിൻ്റെ ഇത് പറയാമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ഒരു എൻറ്റയർ ഡേ നമ്മുടെ ലിപ്പ് നമ്മൾ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു നല്ല ക്യൂട്ട് ബ്രൈറ്റ് റെഡ് ഷെയ്ഡാണ്. അതിന് ശേഷം കെ ബ്യൂട്ടിയുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ടൊരു ബ്രൗൺ റെഡ് ഷെയ്ഡാണ്. ആൻഡ് ഇതൊരു ഡെയിലി വെയറിന് നല്ല ക്യൂട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. കെ ബ്യൂട്ടിയുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. നല്ല കിഡിലൻ ഷെയ്ഡാണ്. ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരുന്നോളും. ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ റേറ്റ്, ഈ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 1600, 1700 രൂപയൊക്കെ ഇന്ത്യൻ റുപ്പിയിൽ വരും. ആൻഡ് അടുത്ത ഷെയ്ഡ് ഞാൻ കാണിക്കാൻ പോണത് കിക്കോ മിലാനോയുടെ 3D ഹൈഡ്ര ലിപ് ഗ്ലോസ് ആണ്. ഇത് ഭയങ്കര അടിപൊളി ലിപ് ഗ്ലോസ് ആണ്. നല്ലൊരു ക്യൂട്ട് റെഡ് ടിൻറ്റ് നമ്മുടെ ലിപ്സിന് എപ്പോഴും കൊടുക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ ചുണ്ടിൽ നിന്ന് പോയാലും എപ്പോഴും നമ്മുടെ ചുണ്ടിന് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കൊടുക്കുന്ന ഒരു ലിപ് ഗ്ലോസ് ആണിത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് നാട്ടിലൊരു 1700, 1800 രൂപ പ്രൈസ് റേഞ്ച് വരും. ഞാനിത് നിങ്ങൾക്ക് എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ലിപ് ഷെയ്ഡ് വന്നിട്ട്. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്ത ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. ഇത് ഞാൻ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങിച്ച ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഒരിക്കലും ഇത്ര ബ്രൈറ്റ് റെഡ് ഷെയ്ഡ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ലൈറ്റിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കാരണം ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാകത്തോണ്ടിട്ട് വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. ബട്ട് this is like really bright shade, really bright red shade ആണ്. ബ്രൈറ്റ് റെഡ് ഒരു ചെറിയൊരു ഓറഞ്ച് ടിൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഞാനിത് ഇങ്ങനത്തെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഇത് ഒരു ചെറിയ ടിൻറ്റ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് വേറെ ലിപ്സ്റ്റിക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് 2 ഷെയ്ഡ് മിക്സ് ചെയ്താണ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ നാട്ടിലെ ഏകദേശം ഒരു 600 രൂപ 700 രൂപ റേഞ്ചിൽ വരും. എൻ്റെ കയ്യിലുള്ളതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ ഉള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദിസ് ഈസ് ഹാവിങ് എ വെരി ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്. നിങ്ങൾക്ക് ബ്രൈറ്റ് റെഡ് ഷെയ്ഡ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. ഇത് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ചുണ്ടത്തൊരു ടിൻറ്റ് ഉണ്ടാവും. എപ്പോഴും ഒരു റെഡ് ടിൻറ്റ് നമ്മുടെ ചുണ്ടത്ത്. ഇപ്പോൾ രാത്രി ഇപ്പം നമ്മൾ റിമൂവർ ഇട്ടാൽ പോലും ചെറിയൊരു ടിൻറ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഒരു ലിപ് ഗ്ലോസ് ആണ്. ഗ്ലാസ്റ്റിംഗ് കളർ ഗ്ലോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വൺ പ്യോനി ബാലറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിൽ വന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതൊരു ബേബി പിങ്ക് കളർ ലിപ് ഗ്ലോസ് ആണ്. ഇതൊരു നോ മേക്കപ്പ് ലുക്കിനൊക്കെ ഇടാൻ പറ്റിയ ഒരു കിടിലൻ ലിപ് ഗ്ലോസ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 13 പൗണ്ടും 50 പെൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു 1500 രൂപ റേഞ്ചിൽ വന്നൊരു ലിപ് ഗ്ലോസ് ആണിത്. അടുത്ത ലിപ്സ്റ്റിക്കാണ് മക്കളെ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വൈനൽ ഇങ്ക് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 55 റോയൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഇട്ടാൽ പെയിന്റ് അടിക്കുന്ന ഒരു വൈബ്. ഇതാണ് ഇതിൻ്റെ ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ്. ഡാർക്ക് റെഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടത്തുനിന്ന് പോവില്ല. മാത്രമല്ല ഇത് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്.
അതുകൊണ്ടിട്ടാണ് നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇത്ര ബ്രൈറ്റ് റെഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ ഞാൻ ഷിഫ്റ്റിന് പോയപ്പോൾ ഇതാണ് യൂസ് ചെയ്തത്. ഷിഫ്റ്റിന് പോയി ഞാൻ വന്ന് കിടന്നുറങ്ങി, ഫുൾ മേക്കപ്പ് എല്ലാം കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ വരെ എൻ്റെ ചുണ്ടത്ത് ഒരു ചെറിയ ടിൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഷെയ്ഡ് തന്നെയല്ല, ഏത് ഷെയ്ഡ് വാങ്ങിച്ചാലും ഇത്ര ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചുണ്ടിന് പറ്റിയൊരു ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇട്ട ലിപ് ഷെയ്ഡ്സ് ഒന്നുകൂടി ഒന്ന് ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കുറേ ലിപ് ഷെയ്ഡ്സ് നിങ്ങൾ കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറേ നല്ല ലിപ് ഷെയ്ഡ്സ് നിങ്ങൾക്ക് അറിയുന്നതുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഞാൻ ട്രൈ ഔട്ട് ചെയ്യണം എന്ന് തോന്നുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.